തൊണ്ണൂറുകൾക്ക് ശേഷം നിരവധി തിരിച്ചടികളും തകർച്ചകളും നേരിടേണ്ടി വന്ന ഇടത് രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ തിരിച്ചുവരവാണോ സമീപകാല തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ? ശ്രീലങ്ക, US, കാനഡ, ഓസ്ട്രേലിയ. തിരഞ്ഞെടുപ്പ് നടന്ന 4 രാജ്യങ്ങളിൽ US ഒഴികെ മറ്റു 3ഇടത്തും ഇടതുപക്ഷം അധികാരമേറി. ശ്രീലങ്കയിൽ മാർക്സിസ്റ്റ് കക്ഷിയായ ജനതാ വിമുക്തി പെരുമനയുടെ നേതൃത്വത്തിലുള്ള നാഷണൽ പീപ്പിൾസ് പവറിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന അനുരകുമാര ദിസനായകെ ലങ്കയുടെ പ്രസിഡന്റായി. ഏപ്രിൽ അവസാനം നടന്ന കനേഡിയൻ തെരഞ്ഞെടുപ്പിൽ ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി. ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ 2ാം തവണയും ഓസ്ട്രേലിയൻ ലേബർ പാർട്ടി നേതാവ് ആന്റണി അൽബനീസ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതു രാഷ്ട്രീയം അവസാനിച്ചെന്ന വിധിയെഴുത്തുകളെ പൊളിച്ചെഴുതുകയാണ് ഈ തിരഞ്ഞെടുപ്പുകൾ. ലോകം ഇടതുപക്ഷത്തിൽ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നുവോ? വലതുപക്ഷം പിടിമുറുക്കിയ 21ാം നൂറ്റാണ്ടിലും ഇടതുപക്ഷ വിജയങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ്? US തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷക്കാരനായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്കെത്തിയതോടെ സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ വലിയ വെല്ലുവിളികൾ നേരിട്ട പല രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് US-ന്റെ അയൽ രാജ്യം കൂടിയായ കാനഡ. താരിഫ് വർധനവും കാനഡയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ട്രംപിന്റെ നിലപാടുകളും കാനഡയിൽ ഉണ്ടാക്കിയ രാഷ്ട്രീയ ചലനങ്ങളാണ് ലിബറൽ പാർട്ടിയെ വീണ്ടും അധികാരത്തിലെത്തിച്ചത് എന്നതിൽ സംശയമില്ല. ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിൽ 10 വർഷം ഭരണത്തിലിരുന്ന ലിബറൽ പാർട്ടിക്ക്